ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ പോലൊക്കെ ഇരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലെറ്റ്യൂസ് വെച്ചിട്ടാണ്. അപ്പോൾ ലെറ്റ്യൂസ് അങ്ങനെ എല്ലാ പച്ചക്കറി കടയിലൊന്നും കിട്ടാറുമില്ല. എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതൊരു തോരൻ രീതിയിലൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം വിചാരിച്ചിട്ടേ ഇല്ല അല്ലേ. ലെറ്റ്യൂസ് സാധാരണ നമ്മുടെ ബർഗറിലും ഒക്കെ ആയിട്ട് വെച്ച് തരുന്ന ഒരു സൈസ് ഇലയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്യാബേജ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തോരൻ വെക്കാൻ പോവാണ്. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് അത് ഉണ്ടാക്കിയെടുക്കുമ്പം ക്യാബേജ് തോരൻ്റെ അതേ ടേസ്റ്റ് ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ലെറ്റ്യൂസ്. അപ്പോൾ ലെറ്റ്യൂസ് പല വെറൈറ്റി ടൈപ്പിൽ കിട്ടും നമുക്ക്. അപ്പം ഇത് ക്യാബേജിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കുന്ന ലെറ്റ്യൂസ് ആണ്. ചിലത് അല്ലാതെ എന്താണ് പറയുക, നമ്മുടെ കൊറിയാൻഡർ ലീവ്സ് ഒക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന രീതിയിലും ലെറ്റ്യൂസ് ഇലകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് പല വെറൈറ്റിയാണ് അതിൻ്റെ തന്നെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്യാബേജ് പോലെ ഇരിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ തോരൻ ചെയ്യുന്നത്. അപ്പം അതാണ് നമുക്കിന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം ക്യാബേജ് പോലെ തന്നെ നമ്മൾ കുറച്ച് നേരം അത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കുറച്ച് ഇല നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 2-3 ഇലയൊക്കെ മാറ്റിയിട്ട് എടുത്താൽ മതി. പുറമേ ഉള്ള ലീവ്സ് നമ്മളങ്ങ് മാറ്റണേ. പിന്നെ നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് തോരൻ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടാണല്ലോ നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതിനും ക്യാരറ്റും പിന്നെ ഒണിയൻ വേണം, പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയും നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലീവ്സൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ക്യാബേജിനൊക്കെ നമ്മൾ അരിയുന്ന പോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കാൻ പോവാണേ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ക്യാരറ്റും അതുപോലെ സവാളയൊക്കെ നമ്മൾ അരിഞ്ഞിടുവാണേ, എല്ലാം ഒന്നിച്ച് തന്നെ. അപ്പോൾ അത് അരിഞ്ഞെടുത്തു. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പാത്രം വെച്ച് കൊടുത്തു. അപ്പോൾ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എണ്ണ ചൂടായി വന്നപ്പോഴേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തോരന് ചേർക്കാനുള്ള മെയിൻ ഐറ്റം തേങ്ങാപ്പീര നമ്മൾ ചേർക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തേങ്ങ ചിരകുവാണേ. അപ്പം അത് എത്രത്തോളം ഇടണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് തേങ്ങ ഇട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ലെറ്റ്യൂസ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലെറ്റ്യൂസ് ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക. വീണ്ടും നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.